ഭരണസമിതിയുടെ ഏകപക്ഷീയമായ നടപടികൾ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ മുരടിപ്പിക്കുന്നതായി ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ.കെ. ജയരാജൻ. ഒറ്റപ്പാലം നഗരസഭാ ഭരണസമിതി ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് മുന്നോട്ടു പോകുന്നതായും ഇത് നഗരസഭാ പ്രദേശത്തെ വികസന മുരടിപ്പിന് കാരണമാകുന്നതായും ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ.കെ. ജയരാജൻ ഭരണസമിതിയുടെ ധാർഷ്ട്യത്തോടെ കോറം തികയാതെ കൗൺസിൽ യോഗം നടത്തി അജണ്ട അംഗീകരിച്ചത് ശരിയായ പ്രവണതയല്ലെന്നും ജില്ലാ പഞ്ചായത്ത് പ്ലാനിംഗ് ഓഫീസർ നൽകിയ നിർദ്ദേശമനുസരിച്ച് കൗൺസിൽ യോഗം വീണ്ടും ചേരണമെന്നും എൻ.കെ. ജയരാജൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ജൂലൈ മാസം 14-ാം തീയതി സമാനമായ രീതിയിലൂടെ ഒരു കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് ആ യോഗം വിളിച്ചു ചേർത്തത് എന്നും കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും അംഗങ്ങൾ അത് ഉന്നയിക്കുകയും ആ യോഗം അല്ലെങ്കിൽ ആ കൗൺസിൽ യോഗം അംഗീകരിക്കാൻ കഴിയില്ല എന്നും അന്ന് അവിടെ എടുക്കാൻ തീരുമാനിച്ചിരുന്ന അജണ്ടകൾ അംഗീകരിക്കില്ല എന്നും കാണിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ജില്ലാ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് നമ്മുടെ അംഗങ്ങളും നഗരസഭാ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിരുന്നു. ആ യോഗത്തിൽ UDF-ൻ്റെ അംഗങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ മുൻപ് കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ട അതേ നിലപാട് അതേപടി അംഗീകരിക്കുന്ന ഒരു സമീപനം തന്നെയാണ് കഴിഞ്ഞ ദിവസം ജില്ലാ പ്ലാനിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കൗൺസിൽ യോഗം വീണ്ടും വിളിച്ചു ചേർത്ത് അജണ്ടകൾ പാസ്സാക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ഓഫീസിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം വീണ്ടും കൗൺസിൽ യോഗം വിളിക്കണമെന്ന് ഒരിക്കൽ കൂടി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. നഗരസഭയ്ക്കുള്ളിലെ അംഗൻവാടി ജീവനക്കാരുടെ നിയമനത്തിൽ വ്യാപക ക്രമക്കേടുണ്ടെന്നും ഇതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോവുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ.കെ. ജയരാജൻ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും ഇവിടെ അംഗൻവാടി ജീവനക്കാരെ നിയമിച്ചതിൽ വ്യാപകമായ രീതിയിലുള്ള ക്രമക്കേടുകളുണ്ട്. പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി, CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയും നഗരസഭാ ഭരണത്തിൻ്റെ ചില വിഭാഗത്തിൽപ്പെട്ട ഭരണപക്ഷത്തെ രണ്ട് വിഭാഗമായിട്ടാണ് നഗരസഭാ ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ ഒരു വിഭാഗം ചില നേതാക്കളും ചില ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും നേരിട്ട് നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി RSSകാർ ഉൾപ്പെടെ CPM-ന്റെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള RSSന്റെ ആളുകൾ ഉൾപ്പെടെ RSS കുടുംബത്തിൽപ്പെട്ട ആളുകളെ ഉൾപ്പെടെയാണ് ഈ അംഗനവാടി ജീവനക്കാരായിട്ട് നിയമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഉന്നത ജോലിയിൽ കഴിയുന്ന വലിയ രീതിയിൽ ശമ്പളം വാങ്ങുന്ന ആളുകളുടെ ഭാര്യമാരെയൊക്കെ ഈ പറയുന്ന ഭരണസമിതിയിലെ ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ തിരികെ കയറ്റിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി പല ആളുകളും ഞങ്ങളോട് അഭ്യർത്ഥന, ഞങ്ങളുടെ പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിയമപരമായ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പാർട്ടി തീരുമാനം എടുത്തിരിക്കുകയാണ്. കൃത്യമായി പഠനം നടത്താതെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായും തിരഞ്ഞെടുപ്പിൽ CPM-ന് വിജയിക്കാനുള്ള തന്ത്രമായിട്ടാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം നടത്തിയതെന്നും എൻ.കെ. ജയരാജൻ ആരോപിച്ചു. മറ്റൊന്ന് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം നഗരസഭയിൽ 36 വാർഡ് എന്നുള്ളത് 39 പുതിയ കണക്ക് പ്രകാരം 39 വാർഡാക്കി ഉയർത്തിയിട്ടുണ്ട്. കൃത്യമായ പഠനം നടത്താതെ, വാർഡുകളെ കുറിച്ച് മനസ്സിലാക്കാതെ ആർക്കോ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടിയ ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ അനുഭവമാണ് നമുക്ക് ആ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ കണ്ടത്. സർക്കാർ പുറപ്പെടുവിച്ച ലൊക്കേഷനും പുതുതായി കയ്യിൽ വന്നിട്ടുള്ള വോട്ടർ പട്ടികയും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥയാണ്. ഓരോ വാർഡിൽ നിന്നും 300 മുതൽ 500 വരെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട സാഹചര്യം നിലവിലുണ്ട്. ഇതെല്ലാം ശരിയാക്കി തരുമെന്നാണ് നഗരസഭയുടെ അധികാരികൾ പറയുന്നതെങ്കിലും ശരിയാവുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ഇവർക്ക് ജയിക്കുവാനും അല്ലെങ്കിൽ അവരുടെ ബാധ്യതകൾ അഴിച്ചു വയ്ക്കുവാനും വേണ്ടി മാത്രം ഒരു തട്ടിക്കൂട്ട് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഭരണസമിതി ഒറ്റപ്പാലത്തെ ജനങ്ങൾക്ക് ഒറ്റപ്പാലം ആഗ്രഹിച്ച തലത്തിലേക്ക് ഒരു പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുവരുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അതിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള സമരങ്ങൾ ഇനിയും കോൺഗ്രസ് കൊണ്ടുവരും. കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കും.
ഒറ്റപ്പാലത്തെ പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട സമരങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.